25,000 സി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 240 വരാണ്. 25,000 ചാർട്ട് ഞാൻ കണ്ടിട്ടില്ല, കാണാതാണ് ഞാൻ 240 റുപ്പീസ് ടാർഗറ്റ് പ്ലാൻ ചെയ്തിരിക്കും. 240 ഒരു ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്, കണ്ടോ 242 തന്നെ നമുക്ക് അവിടെ എക്സാക്ട് ടാർഗറ്റ് ഹൈ, ഇന്നത്തെ ഡേ ഹൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാർഗറ്റ്സ് ഹിറ്റ് ആവും, അത് എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ എടുത്ത എൻ്റെ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ട്രേഡ് പൊസിഷൻ എൻ്റെ സ്റ്റിൽ ഇപ്പോഴും ഓപ്പൺ ആണ്, ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കൂടിയാണ് ഞാൻ യൂട്യൂബിലേക്ക് ഒരു ലോങ് വീഡിയോ മേക്ക് ചെയ്യുന്നത്, അതും ലൈവായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഒരുപാട് ചിലപ്പം പോരായ്മകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിലോട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ആ ചാനലിനകത്ത് ഞാൻ മോർണിംഗ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് നല്ല കഴിഞ്ഞ ആഴ്ച തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് പൊസിഷണലി അപ്സൈഡിലേക്ക് റിവേഴ്സ് ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ അപ്സൈഡിലോട്ടുള്ള ട്രേഡ്സ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈ ഒരു ട്രേഡിലോട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിന് മുമ്പ് അതിൻ്റെ കുറച്ച് റീസൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ട്രേഡ്സ് സൈഡിലോട്ട് ഫോക്കസ് ചെയ്യണം, അപ്പ് സൈഡിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ അപ്പോൾ അപ്പ് സൈഡിലോട്ട് ട്രേഡ് ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്നായിരിക്കണം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഡേ ഹൈ, ഡേ ലോസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എബോവ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിലൊന്നും ഒരിക്കലും നിങ്ങൾ പോയി അവിടെ എൻട്രീസ് എടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ എവിടെ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, നിങ്ങൾ അപ്പ് സൈഡിലോട്ടാണ് ഒരു ട്രേഡ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 ഡേ ലോയിന്നായിരിക്കണം, 2 എവിടെ നിന്നായിരിക്കണം ആ ഒരു ട്രേഡിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു ഡിപ്പിൽ നിന്നുമായിരിക്കണം നിങ്ങൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു ട്രേഡ് ഞാൻ ഫസ്റ്റ് എൻ്റെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഡേ ലോയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും അറിയാം, ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്നുള്ള ഫ്രീ ചാനലാണ്. എൻ്റെ ബയോയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ചാനലിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഡേ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അല്ലേ. അതായത് ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ഒരു അപ്പ് സൈഡിലോട്ടാണ്, അപ്പ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോകുന്നതെന്നുള്ളത് നമ്മൾ എന്ത് ഫൈനലൈസ് ചെയ്യണം, ഡേ ലോ എവിടെ ആയിരിക്കും വരുന്നതെന്നുള്ളതും ഡേ ലോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പ് സൈഡിലോട്ട് ട്രേഡ് എടുക്കാം എന്നുള്ളതും ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ ആണ്. ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യും, ഡേ ഹൈ ഫിക്സ് ചെയ്യാനും ആയിരിക്കും ശ്രമിക്കുക. സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കാൽപ്പ്, ഇപ്പോൾ ബൈ പൊസിഷൻ പോകുന്നത് ഡേ ഹൈ ഫിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറാനായിരിക്കും കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഇത് കോമൺ ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഡേ ലോ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അവിടുന്ന് ട്രേഡ് കിട്ടിയില്ലായിരുന്നു. എൻ്റെ ട്രേഡ് മാർക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ട്രേഡ് പൊസിഷൻ ഓപ്പൺ ആണ്. ഇവിടെ എനിക്ക് ഡേ ലോയിൽ നിന്ന് എൻട്രി ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പെട്ടെന്നുള്ളൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ വെയിറ്റ് ചെയ്ത് പയ്യെ കയറിയിരുന്ന് ഞാൻ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ബൈ എൻട്രി എടുക്കാൻ ഞാൻ എൻട്രി എടുത്ത് വന്നപ്പോഴേക്കും ഈ ഒരു ലെവലിലേക്ക് വന്നു മാർക്കറ്റ്. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ നമ്മൾ പോയി ബൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ ഒരു ഡിപ്പ് വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് കോൾ ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാനലിനകത്ത് ഞാൻ എൻട്രി എടുത്ത സെയിം ടൈമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് ആ ടൈമിൽ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, അതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ കോൾ ഓപ്ഷൻ ആഡ് ഓൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. 138 എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്യുകയും രണ്ടാമത് ഇവിടെ ഡിപ്പ് തന്നപ്പോൾ എന്ത് ചെയ്തു, ഇവിടുന്ന് രണ്ടാമത് ആ ട്രേഡ് ഞാൻ വീണ്ടും റീ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഡിപ്പ് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കണ്ടപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് എൻ്റെ സെക്കൻഡ് എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവ് ചെയ്ത് വന്നു 181 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടാർഗറ്റ്, ഹിഡൻ ടാർഗറ്റ് ലെവലാണ്, അല്ലെങ്കിൽ ഹിഡൻ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ ഒരു വാക്ക് കേട്ടപ്പോൾ നിങ്ങൾ കൂടുതലും ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെയൊക്കെ കട്ടി വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. അതായത് മുമ്പ് ഇതേപോലെ മാർക്കറ്റ് ഒരു വലിയ, ഇപ്പം ഇന്നത്തെ ഞാനും കണ്ടാണ് എല്ലാവരുടെയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് 25,150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് അപ്സൈഡ് മൂവ്മെൻറ്റ് വരുമെന്നുള്ളത്. പക്ഷേ അങ്ങനെ മൂവ്മെൻറ്റ് വരും, പക്ഷേ അത് ഇപ്പോഴായിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലോ അല്ലെങ്കിൽ ഡേ എൻഡിലോ മറ്റോ ഒക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ. പറയാൻ പറ്റില്ല, അത് മാർക്കറ്റിൻ്റെ കാര്യമാണ്, നമ്മളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ, ഈ ഒരു 181 കണ്ടോ, ഒരിക്കൽ സെല്ല്, ഇപ്പോൾ ഇതേപോലെ ഒരു വലിയ പാത്ത് ഉണ്ട് കണ്ടോ, വലിയ പാത്ത് ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ 150 തൊട്ട് 250 വരെയാണ് നമുക്ക് മിനിമം വരുന്നൊരു ടാർഗറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എവിടെ നിന്നൊക്കെ മാർക്കറ്റ് ചെറുതായിട്ട് റിവേഴ്സ് ആകും. കണ്ടിന്യൂസ് ഇത് മുകളിലോട്ട് പോകത്തില്ല. അത് മന്ത്ലി ഒരു ദിവസമൊക്കെ നമുക്ക് കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു ഏരിയ 183 ഒരു സെല്ലിങ് നടന്ന ലെവലാണ്. അതേ ഏരിയയിൽ ഇവിടുന്ന് ഒരു സെല്ലിങ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ലെവൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
അപ്പം ഇവിടെ മാർക്കറ്റ് എത്തിയപ്പം എനിക്കും വേണമെങ്കിൽ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനും എക്സിറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ വീഡിയോ ഡ്യൂറേഷൻ നോക്കിയിട്ട് ലെന്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയിന്റിൽ മാർക്കറ്റ് വന്നപ്പോൾ ഉള്ള വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നോർമൽ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം ആ ഒരു വീഡിയോ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അവിടുത്തെ എൻ്റെ ട്രേഡ് പ്ലാനും കാര്യങ്ങളും. ശേഷം മാർക്കറ്റ് ഡൗൺ ആയി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് അതേ ലെവലിൽ നിന്ന് മാർക്കറ്റ് സ്ലൈറ്റ്ലി മുകളിലേക്ക് കയറി വരികയാണ്. അപ്പം ഇവിടുന്ന് നമ്മളിപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ ബൈ സൈഡിലോട്ട് ഞാൻ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എക്സിക്യൂട്ട് ഉണ്ടായിരുന്നു. ഇതൊരു 42,000 വരെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടം വരെ വന്നപ്പോഴേ 42,000 വരെ മാർക്കറ്റ് പ്രോഫിറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ DKയും കാര്യങ്ങളൊക്കെ വരും, കാര്യം എക്സ്പയറി ഡേ കൂടെ അല്ലേ. ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി മണിയാണ്. ഇപ്പോൾ ഞാൻ നിഫ്റ്റിയിൽ ബൈ ചെയ്യുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ക്യാപിറ്റലിനും എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിനും ഔട്ട് ഓഫ് ദി മണിയാണ് എനിക്ക് സ്യൂട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഔട്ട് ഓഫ് ദി മണി വാങ്ങിക്കുന്നത്. സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഏത് കോൺട്രാക്റ്റ് ആയിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കണം, നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലും നിങ്ങളുടെ നോളജും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് കൺഫേം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ അകത്തും ഇവിടെ ചെറിയൊരു ലോ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ മോർണിംഗിൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താണ്, ഇവിടെയൊക്കെ വന്ന് കുറേ പേര് ബൈ ചെയ്യും. ഈ 153 ബ്രേക്ക് ചെയ്തപ്പോൾ കുറേ പേര് ബൈ ചെയ്തിട്ടുണ്ട്. മുകളിലോട്ടൊക്കെ പോകുമ്പോൾ കുറേ പേര് ബൈ ചെയ്തു. ഇവരെല്ലാവരും മാർക്കറ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്തു. ഇപ്പോഴും മാർക്കറ്റ് നല്ല സ്ട്രെങ്ത് ഉണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്തും വർക്കാവും. ബ്രേക്ക് ഔട്ട് ആണെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് SMC ICT എന്ത് പാറ്റേൺ ആണെങ്കിലും ഇതെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ഒരു സ്ട്രെങ്ത് വേണം മാർക്കറ്റ്. അതായത് മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു മൊമെൻറ്റം ഉള്ള ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ടൈമിൽ മാത്രം നിങ്ങളുടെ അനാലിസിസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് എല്ലായ്പ്പോഴും കൊണ്ട് ചുമ്മാ സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ നിങ്ങളവിടെ എന്തൊക്കെ സ്റ്റഡി നടത്തിയാൽ നിങ്ങൾക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടും, പക്ഷേ അതൊന്നും ചിലപ്പോൾ ടാർഗറ്റിലോട്ട് പോകത്തില്ല. ചെറുതായിട്ടൊന്ന് മൂവിയും തിരിച്ച് നിങ്ങൾ SL ഹിറ്റ് ചെയ്യലായിരിക്കും കൂടുതലും കാണാറുള്ള. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊരു ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പം ഏകദേശം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് അധികം എൻട്രി എടുത്തിട്ടുണ്ടാവുക. യെസ് കണ്ടോ, ഇവിടുന്ന് എടുത്ത ട്രേഡാണ്. പക്ഷേ നമുക്കിപ്പോൾ DKയും കാര്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെയൊക്കെ ആയിരിക്കും ബ്രേക്ക് ഈവൻ വരുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ ഈ ഒരു പ്രോഫിറ്റ് കംപ്ലീറ്റ് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് പോയാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനും നിൽക്കുന്ന. കാര്യം ഞാനൊരു ലോങ് ടാർഗറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 244 വരെ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് കരുതുന്നു. സെക്കൻഡ് ഹാഫിലായിരിക്കും, ഇപ്പോഴല്ല, സെക്കൻഡ് ഹാഫിൽ മതി. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ലോലി ഡൗൺ സൈഡിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ലിക്വിഡിറ്റീസും കാര്യങ്ങളും എടുത്ത് താഴോട്ട് വന്നു. ഇവിടുത്തെ അടുത്ത ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ഇപ്പോൾ താഴോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് താഴോട്ട് വന്ന ശേഷം എവിടുന്നെങ്കിലും ഒരു അപ്സൈഡ് ഷിഫ്റ്റും മറ്റും തന്നിട്ട് മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത കൂടുതൽ. അത് സെക്കൻഡ് ഹാഫിൽ മാത്രം ഞാൻ ഇനി ഒരു അപ്സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ട്രേഡിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ പോയിൻറ്റും വാലിഡാണ്. ഇപ്പം നമ്മൾ ട്രേഡ് റീസൺ എന്ന് പറയുന്നത് ഒന്ന്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. മൊമെൻറ്റം ഇല്ലെങ്കിൽ പരമാവധി നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിനകത്ത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞാണ്, അതായത് ഒരു ബുൾ മാർക്കറ്റാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്ത് ചെയ്യുക, അപ്സൈഡിലോട്ട് ഫോക്കസ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇന്നലെ ഞാൻ ബൈ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് വന്ന് എക്സാക്റ്റ് ഇവിടെ തന്നെ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈമും കാര്യങ്ങളും നിങ്ങൾക്ക് ചാനലിലെ മെസ്സേജസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ എടുത്ത ട്രേഡ് ഈ പോയിന്റിൽ എക്സിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇന്നലെയും ഇതേ ലെവൽ തന്നെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അത്രയും മൂവ് ചെയ്തില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഡിപ്പ് തന്നു. ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. BTST കോൾസ് നല്ലതാണ്, ഇന്നത്തേക്ക് ഗ്യാപ്പ് അപ്പും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഗ്യാപ്പ് അപ്പ് വന്നില്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ്സ് കാര്യങ്ങളും മാർക്കറ്റ് നമുക്ക് വേണ്ട ടാർഗറ്റാണ്. ഓക്കെ, മാർക്കറ്റ് കൂടുതലും അത് ലൈക്ക് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ടാർഗറ്റ്സ് നമുക്ക് കൂടുതലും മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BTST ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു BTST ലുക്കിംഗ് ഗുഡ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഈ 138 എന്നുള്ളത് സ്ട്രോങ് ലെവലാണ്. അത് ഒന്നെങ്കിൽ ആ 138 നെക്സ്റ്റ് ഡേ ഹിറ്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അനാലിസിസ്. അത് വേണമെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ വരാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന അപ്സൈഡിലോട്ട് മൂവ് ചെയ്ത് വരാം. ഓക്കെ, ടാർഗറ്റ്സ് ഹിറ്റ് ആവും. അത് എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ എൻ്റെ എക്സിറ്റ് ലെവലായിരുന്നു ആക്ച്വലി 138. ഞാൻ മോർണിംഗിൽ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് റീ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പം മാർക്കറ്റ് അഗെയിൻ മൂവ് ചെയ്യുകയാണ്. ഇവിടുന്ന് അടുത്തൊരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുന്നുള്ളൂ.
ഇടയ്ക്കൽ ഞാൻ ഈ ഒരു ഡിപ്പിൽ ചെറുതായിട്ടൊന്ന് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് അത് ഫെയിൽ ആവുന്ന കണ്ടപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വാണ്ടിറ്റി ഒരു 150 ഇടയ്ക്കൽ ആഡ് ഓൺ ചെയ്ത് എന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു എമൗണ്ട് ഓഫ് ഡിഫറൻസ് ഉണ്ട്, ഒരു 2000 റുപ്പീസ് എങ്കിലും അവിടെ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് വെയിറ്റ് ചെയ്യാം. അഗൈൻ ഞാനും വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ്. ട്രേഡ് എടുത്ത റീസൺസ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് അപ്സൈഡിലോട്ട് നിൽക്കുന്ന മാർക്കറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ വരേണ്ട മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്നലെ ഒരു ചെറിയൊരു ഡിപ്പ് തന്നു. കൂടുതൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് നല്ല സ്ട്രോങ് സെല്ലിങ് ഇങ്ങനെ കാണിച്ചു വരും, നല്ല സ്ട്രോങ് സഡൻ ഡിപ്സുകളാവാം, നല്ല സ്ട്രോങ് സെല്ലിങ് വരും. ഏതെങ്കിലും ഡേ ലോയോ അല്ലെങ്കിൽ മേജർ സ്വിംഗ് ലോയോ വന്ന് ബ്രേക്ക് ചെയ്യും, ആൾക്കാർക്ക് ഹോപ്പ് കൊടുക്കും. ഇപ്പോൾ എല്ലാവരും ഡൗൺ ട്രെൻഡിൽ നിൽക്കുമല്ലേ, മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകുമെന്നുള്ളൊരു ഹോപ്പ് കൊടുക്കും. എന്നിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, മുകളിലോട്ട് മൂവ് ചെയ്ത് പോവുക. ആ ഒരു അനാലിസിസ് എപ്പോഴും മൈൻഡിൽ വേണം. അതിൻ്റെ ബേസിലാണ് ഇന്നത്തെ ട്രേഡിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇന്നലെ തന്നെ ഉണ്ടോ, ഇന്നലെ നല്ലൊരു സഡൻ ഡിപ്പ് തന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, എന്താണ്ട് ഡേ ലോയും മറ്റും ബ്രേക്ക് ചെയ്തു. ഇനി താഴോട്ട് പോകുമെന്നുള്ളൊരു ഹോപ്പ് ഇവിടെ ആൾക്കാർക്ക് കൊടുത്തു. അല്ലെങ്കിൽ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നവരെല്ലാവരെയും കൊണ്ട് മാർക്കറ്റ് പൊസിഷൻ എക്സിറ്റ് ചെയ്യിപ്പിച്ച് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, മുകളിലേക്ക് മൂവ് ചെയ്തു. ദെൻ അടുത്ത വന്ന് ഈ ഒരു ഏരിയയിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്, BTC കോൾസ് അല്ല ഈ ഒരു ലെവലിൽ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് മൂവ് ചെയ്തു. എപ്പോഴും ഒരു സഡൻ ഡിപ്പ് വന്നാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പം ഇനി തിരിച്ച് എന്ത് ചെയ്യും, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, നല്ല സഡൻ ഡിപ്പ് മാർക്കറ്റ് ഫോം ചെയ്യും. സഡൻ ഡിപ്പ് എന്തിനാണ് ഫോം ചെയ്താൽ മാർക്കറ്റിന് മുകളിലേക്ക് മൂവ് ചെയ്യുക. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ചിന്തിക്കുക നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ബേസിലായിരുന്നു ഇന്ന് നമ്മളൊരു വ്യൂ കൺഫേം ചെയ്താൽ ഡേ ലോയിൽ എൻട്രി കിട്ടിയില്ല. പിന്നെ അടുത്ത ഡിപ്പ് ഇവിടെ നിന്നാണ് എനിക്ക് നല്ലൊരു പോയിന്റ് മിസ്സായി, കണ്ടു ഒരു 10, 30, 40 പോയിന്റ് എനിക്ക് ഇവിടെ മിസ്സായി. ഈ ഒരു ട്രേഡ് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഇവിടുന്ന് മൂവ് ചെയ്തു. അടുത്ത ഡിപ്പ് ഇവിടെ ഞാൻ ക്യാച്ച് ചെയ്തു, ഇവിടെ എടുത്തില്ല. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു, അത് ചെറുതായിട്ട് എനിക്കിവിടെ മിസ്സായി. ആ ഒരു എമൗണ്ട് എനിക്ക് ലൂസായി. പക്ഷേ ഇനി ഞാൻ വെയിറ്റ് ചെയ്യുക എന്തിനാണ്, അടുത്ത മൊമെൻറ്റം വരാൻ. ഇപ്പം മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, മനസ്സിലായി. ഇപ്പോൾ സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ബൈ ചെയ്താൽ സെല്ല് ചെയ്താൽ ഞാൻ 25,150 ഞാൻ എൻട്രി എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ പ്രൈസ് 17 രൂപയായിരുന്നു. ഞാൻ എൻട്രി എടുത്തിരുന്നുണ്ടെങ്കിൽ എനിക്ക് 3 ഇരട്ടി ഇന്നത്തെ എൻ്റെ ക്യാപിറ്റൽ എനിക്ക് പ്രോഫിറ്റ് ഇപ്പോൾ വന്നേനെ. അല്ലേ, 3 ഇരട്ടിയില്ല, 2.5 ഇരട്ടി ഹൈ എത്തിയപ്പോൾ 3 ഇരട്ടിയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിലോട്ട് ഫോക്കസ് ഇല്ല. ഇന്ത്യ മണിയാണ് ഞാൻ എക്സ്പയറി ഡേയ്സിൽ ഞാൻ ഇന്ത്യ മണിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യാറ്. ബാക്കി ഡേയ്സിൽ ഔട്ട് ഓഫ് ദി മണിയാണ്. കാര്യം DK നമുക്ക് പെട്ടെന്ന് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി മണി ഓക്കെയാണ്. പക്ഷേ ഇത് ഞാൻ എൻഡ് ഓഫ് ദി ഡേ വരെ ഹോൾഡ് ചെയ്യാമെന്നുള്ളൊരു വ്യൂവിലെടുത്ത ട്രേഡായിരുന്നു. നമ്മൾ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന ട്രേഡ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത ലെവലിനെക്കാട്ടി എബോവ് ഇപ്പോൾ മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താണ്ട ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത 181 ആയിരുന്നു, അത് അഗൈൻ മാർക്കറ്റ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു ഹയർ ഹൈ പാറ്റേൺ ഉണ്ടെങ്കിലും സ്റ്റിൽ ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യൂവിൽ നമുക്ക് ഇതുവരെ ഒരു മൊമെൻറ്റം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും 1 മണി ആയിട്ടില്ല, 1 മണിക്ക് മുമ്പാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ടൈമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും സെക്കൻഡ് ഹാഫിൽ മാത്രമേ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, അതായത് അപ്പ് സൈഡിലോട്ട്. ഇപ്പോൾ റൈറ്റ് നൗ നമ്മുടെ പൊസിഷൻസ് ഓൾമോസ്റ്റ് ഒരു 50,000 വരെ 52,000 വരെ എന്തോ പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എക്സിറ്റ് ചെയ്തിട്ടില്ല, ഹോൾഡിംഗ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഞാനിപ്പോൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന കണ്ടുകൊണ്ട് നിങ്ങളെല്ലാ ദിവസവും ഇതേപോലെ ക്യാരി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമുക്ക് നല്ല മൊമെൻറ്റം വരുമെന്ന് അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ അത്രയ്ക്ക് സ്ട്രോങ് സെറ്റപ്സ് ഉണ്ടെങ്കിൽ മാത്രം ക്യാരി ചെയ്യുക. അല്ലാത്ത പക്ഷം എപ്പോഴും ലിക്വിഡിറ്റീസിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത്, ഞാൻ പേഴ്സണൽ ടാർഗറ്റ്സ് പ്ലാൻ ചെയ്ത ലിക്വിഡിറ്റീസിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്ന ഏറ്റവും നിയറസ്റ്റ് ലിക്വിഡിറ്റി തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ള പ്രോഫിറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്താണെങ്കിലും ഇപ്പം നമുക്ക് 2-3 കാര്യങ്ങളൊന്ന് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത നിഫ്റ്റിയുടെ തന്നെ ഫ്യൂച്ചേഴ്സായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഹൈസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ കാണുന്നില്ല. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു കണ്ടിന്യൂവേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി ഉൾപ്പെടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡേ ഹൈ ഇവിടെ മാർക്കറ്റ് എടുത്തെങ്കിലും അത്ര സ്ട്രോങ് മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെയും കിട്ടിയില്ല. എഗെയിൻ ഇവിടെ എടുത്തെങ്കിലും ഇല്ല. അതായത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്, മനസ്സിലായി. അപ്പം അതിൻ്റെ അനുസരിച്ച് മൂവ്മെൻറ്റ് നടക്കും. പക്ഷേ ഒരു മൊമെൻറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ കഴിയണം. അത്രത്തോളം സ്ട്രോങ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. വെയിറ്റ് ചെയ്യുക. നല്ലൊരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ 244 വരെ നമുക്ക് ടാർഗറ്റ് ക്വാണ്ടിറ്റീസ് ഞാൻ ഇനിയും ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിതിപ്പം 25,000 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു 240 വരാണ്. ഓക്കെ, എന്തുകൊണ്ട് 240 ടാർഗറ്റ് വെക്കുന്നു എന്ന് ചോദിച്ചാൽ
244 മാക്സിമം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 CEയുടെ വാല്യൂ നമ്മൾ എക്സ്പയറി ടൈമിലേക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഡിറൈവ് ആവുന്ന 25,000 ചാർട്ട് ഞാൻ കണ്ടിട്ടില്ല, കാണാതാണ് ഞാൻ 240 റുപ്പീസ് ടാർഗറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റീസൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇന്ന് എക്സ്പയറി ഡേ ആണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഓപ്ഷൻ കോൺട്രാക്ട്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും. അതായത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ ഡിറൈവ് ആവുന്നത്? അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂയും കൂടെ ചേരുമ്പോഴാണ് ആ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ പ്രീമിയം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 25,000 റുപ്പീസിൻ്റെ ഈ ഒരു വാല്യൂ ഇപ്പോഴത്തെ അതിൻ്റെ LTP എത്ര? 204 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 204 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ ഡിറൈവ് ആയിരിക്കുന്നത്? ഈ 25,000 CEയുടെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കൂടെ ടൈം വാല്യൂ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 204 കിട്ടുന്നത്. സോ 25,000 CEയുടെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്? സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. സോ 25,000 CEയുടെ ഇൻട്രിൻസിക് വാല്യൂ എത്ര? ഇപ്പോഴത്തെ LTP എത്ര? 25,195 അല്ലേ? അപ്പം 25,195 മൈനസ് 25,000 എന്ന് പറയുമ്പോൾ 196 രൂപ അല്ലേ? ആ 196 അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. അതാണ് അതിൻ്റെ റിയൽ പാർട്ട്. ബാക്കിയുള്ളത് DK പാർട്ടാണ്. സോ അതിൻ്റെ അകത്ത് ഇനി ബാക്കി നമുക്കൊരു 9 വരെ അടുപ്പിച്ച് DK വരാൻ വേണ്ടിയുണ്ട്. അപ്പം മാർക്കറ്റ് DK നടത്തിയിട്ടാണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാക്സിമം 240 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഇവിടെയാണ്. അതിൻ്റെ എബോവ് പോയി കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കത്തില്ല. പക്ഷേ എന്നാൽ ഇവിടെ എക്സിറ്റ് ചെയ്യുക എന്നൊരു കാൽക്കുലേഷൻ ഞാൻ പറയുകയാണ്. നമ്മളൊരു 40 റുപ്പീസ് അല്ലെ 44 മാക്സിമം അത്രയും വരെ നമ്മളത് ഹോൾഡ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ആ ടൈം എത്തുമ്പോൾ ഇവിടുത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ടൈമിലുള്ള DK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? DK അല്ല, ആ ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം 240 ആണ്. ഒരു പക്ഷേ സം ടൈംസ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുമ്പോൾ ഗാമ ബ്ലാസ്റ്റ് നടക്കാറുണ്ട്. ഗാമ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഗാമയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ അതിനെ പറഞ്ഞത്. എക്സാക്ട് നെയിം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു, നമ്മൾ അണ്ടർലൈൻ അസറ്റിൻ്റെ അത് ടാർഗറ്റ് നോക്കിയിരിക്കും. എന്നാൽ അതേ സമയത്ത് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും? പോയി ശരിക്കുള്ള ടാർഗറ്റ് അങ്ങ് ഹിറ്റ് ചെയ്യും. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടം വരെ വരത്തുള്ളൂ, അണ്ടർലൈൻ അസറ്റിൽ ഇവിടം വരെ വരത്തുള്ളൂ. പക്ഷേ ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും? അതിന് എത്തേണ്ട ടാർഗറ്റ് അത് എത്തിയിട്ടുണ്ടാവും. ഈ ഒരു റൂൾ എപ്പോഴും നിങ്ങൾ നോക്കി നോക്കണം. നമ്മൾ പലപ്പോഴും നമുക്ക് ടാർഗറ്റ്സിന് മുമ്പ് നമ്മുടെ ട്രേഡുകൾ മിസ്സാവുന്നതിൻ്റെ റീസൺ ഇതാണ്. അതായത് നമ്മൾ എടുക്കുന്ന ട്രേഡ് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഇത്ര എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ട്, ഇപ്പോൾ ട്രേഡ് റൺ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പക്ഷേ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴേ എന്ത് സംഭവിക്കാം? നമ്മുടെ ഓപ്ഷൻ കോൺട്രാക്റ്റിലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. അപ്പം അത് ഇവിടെ എത്തുമ്പോൾ തന്നെ 240 ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഗാമയിൽ ചേഞ്ച് ഉണ്ടാകും. ടൈം വാല്യൂവിൽ പെട്ടെന്നൊരു ഒരു ഇൻക്രീസ് അവിടെ ഉണ്ടാവും ടൈം വാല്യൂവിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ പ്രൈസും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ചാർട്ട് ഞാൻ നോക്കാറില്ല, നോക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ജസ്റ്റ് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ മൈൻഡിൽ അറിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പം ഇതിപ്പോൾ എക്സ്പയറി ഡേ ആണ്, നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാത്ത ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻട്രി എടുക്കുന്നതിന് മുമ്പേ ഒരു 50 പോയിൻറ്റ് നമ്മുടെ അണ്ടർലൈൻ അസറ്റ് സ്ട്രൈക്ക് പ്രൈസിൽ 50 പോയിൻറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് എത്ര പോയിൻറ്റ് മൂവ്മെൻറ്റ് വരുമെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കണം. നിങ്ങളൊരു 50 പോയിൻ്റാണ് ടാർഗറ്റ് ചെയ്യുന്നതിൽ ആ പോയിൻ്റ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ചിലപ്പോൾ സ്പോട്ട് ഒരു 35 പോയിൻറ്റ്സ് മൂവ് ചെയ്യുമ്പോഴേ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എന്തുണ്ടാവും? ആ ഒരു പോയിൻ്റ് മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് നേരത്തെ എക്സിറ്റ് ചെയ്യണം. അണ്ടർലൈൻ അസറ്റ് ചിലപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ശരിക്കുള്ള ടാർഗറ്റ് അവിടെ നടന്നിട്ടുണ്ടാകും. ഇത് ബിഹൈൻഡ് ദി സീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലത്തെ സിറ്റുവേഷൻസ് ആണ്. എന്തായാലും 240 നമ്മൾ മാക്സിമം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ഇത് മുകളിലേക്ക് മൂവ് ചെയ്യില്ലോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. എന്തായാലും നോക്കാം, ഹോൾഡ് ചെയ്യാം. കിട്ടുന്ന എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എത്രയാണോ വരുന്നത് അതൊക്കെ. ഇനിയിപ്പോൾ ഈ പ്രോഫിറ്റ് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 25,000 CE നമ്മളിപ്പോൾ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,100 CE വേണമെങ്കിൽ എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ സ്ട്രൈക്ക് പ്രൈസ്. നമ്മുടെ മോർണിംഗിലെ ട്രേഡ് ഇപ്പം നമ്മുടെ ടാർഗറ്റിൻ്റെ കുറച്ച് മുമ്പ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഇത് എക്സിറ്റ് ചെയ്താൽ എൻ്റെ ഇടയ്ക്കിൽ ഇൻ ബിറ്റ്വീൻ കുറച്ച് പോർഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാനും പുറത്ത് നിൽക്കുമായിരുന്നു. അതായത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരു ലെവലിൽ ഞാൻ എൻ്റെ പൊസിഷൻ കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്യുമെന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ലോ എത്തിയപ്പോഴേക്ക് ഞാൻ എൻ്റെ കോൾസ് കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ ഓൾമോസ്റ്റ് ഒരു 22,000 സംതിങ് എന്താ എനിക്ക് ആ ടൈമിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്ത് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് രണ്ടാമത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഒരു ട്രേഡ് ഞാൻ താണ്ട ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഇപ്പോൾ എക്സിറ്റ് ചെയ്ത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തോളൂ. അപ്പോൾ എനിക്ക് കുറച്ച് പ്രോഫിറ്റ്സ് അവിടെ മിസ്സായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇന്ന് നമുക്കൊരു 43,000 ഓൾമോസ്റ്റ് 52,000 വരെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിലും കുറച്ച് നേരം ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇനഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല.
പ്രോഫിറ്റിൽ നമുക്കിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും അപ്പം എപ്പോഴും നോക്കുക, എക്സിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻട്രി മാത്രമല്ല. നമ്മുടെ ട്രേഡ് താണ്ട നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 244 എക്സാക്റ്റ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. അത് റിയലി ഒരു മിസ്റ്റേക്കാണ്. കാര്യം ഞാനും ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ എനിക്കുണ്ടായിരുന്നു മാർക്കറ്റ് ലാസ്റ്റ് ഹവറിൻ്റെ മൂവ് ചെയ്യുമെന്നുള്ളത്. ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇൻ ബിറ്റ്വീൻ ഇവിടുത്തെ ഈ ഒരു മൂവ്മെൻറ്റ് വന്നതിൽ എനിക്കൊരു സ്ട്രെങ്ത് നഷ്ടമായി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ ഫൈനൽ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്ത് വന്നു. എനിക്കും കുറേ പോയിൻറ്റ് മിസ്സായി. ഞാൻ എക്സ്പെക്ട് ചെയ്ത എക്സാക്റ്റ് 240 തന്നെയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഹൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 240 ഒരു ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്, കണ്ടോ. 242 തന്നെ നമുക്കവിടെ എക്സാക്റ്റ് ടാർഗറ്റ് ഹൈ, ഇന്നത്തെ ഡേ ഹൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത് ഓക്കെയാണ് ടൈപ്പ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. എന്നാലും ഒരു ഓൾമോസ്റ്റ് 70,000 ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു റേഞ്ച് അത്രയും തന്നെ ആയിരുന്നു. ആ ഒരു റേഞ്ചിലോട്ട് വന്നേനെ നമ്മൾ എയർലി എക്സിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എനിവേ ബാക്കി നമുക്ക് നാളത്തെ ദിവസം നോക്കാം. മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിലോ അതൊരു എക്സിറ്റ് പോയിൻ്റ് ആയിരിക്കും. അതെപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ചുമ്മാ ഹോൾഡ് ചെയ്ത് വെക്കരുത് ട്രേഡ്. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലാത്ത പക്ഷം എപ്പോഴും ബുക്ക് ചെയ്ത് മാറാൻ തന്നെ ശ്രമിക്കുക. എനിക്ക് ഇത്ര രൂപ വേണമെന്നുള്ള വാശിയൊന്നും പിടിക്കരുത്. കിട്ടുന്ന എന്താണോ അതും കൊണ്ട് മാറിയിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ലോസിലോട്ട് ഒരു വശം. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയില്ല നിങ്ങളുടെയാണ് ഒപ്പീനിയൻ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡെയിലി അനാലിസിസും അതേപോലെ തന്നെ ഡെയിലി എടുക്കുന്ന ട്രേഡ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഓരോ മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കി ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് അവസാനം കട്ട് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ മിസ്സാവുമെന്നുള്ള എനിക്കും അറിയത്തില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.